ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റോളും കൂടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ കുറേ ആൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ഇഫ്താറിൻ്റെ സ്പെഷ്യൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം ചിക്കനാണ് എടുത്തത്. 200 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തത്. അപ്പോൾ ഞാനിതാ 200 ഗ്രാം ചിക്കന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. 2 വിസിൽ മതി. പിന്നെ തനിക്കഷ്ണല്ലേ, എല്ലില്ലാത്ത പീസായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തോളും. കുക്കറിൽ തന്നെ ഇടണമെന്നില്ല, ഞാൻ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലേശം വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് 2 വിസിൽ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇതാ കൈകൊണ്ട് ചെറുങ്ങനൊന്ന് നുള്ളിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. അങ്ങനെ ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ഇവിടെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് വാട്ടി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിലൊന്ന് വാട്ടി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണ് കുരുമുളക് പൗഡർ, ഇത് 3 ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്. ഇനി നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. ഇനി നമുക്ക് കുറച്ച് ദോശമാവ് കലക്കിയെടുക്കണം. അപ്പോൾ ദോശമാവിലാണ് ഞാൻ ഈ റോള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഇത് 1/2 കപ്പിൻ്റെ കപ്പാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല നേർങ്ങനെ കലക്കിയെടുക്കുക. കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാൻ നോക്കണേ. പിന്നെ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ല നേർങ്ങനെ തന്നെ ചുട്ടെടുക്കാനും നോക്കണേ. തടിയായിപ്പോയാൽ റോള് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എത്രത്തോളം നേർങ്ങനാകുന്ന അത്രത്തോളം നേർങ്ങനാക്കിയിട്ട് നമ്മൾ ചുടാൻ നോക്കാം. അപ്പോൾ ഞാനിത് മാവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് കട്ടയില്ലാണ്ട് ഞാൻ കലക്കിയെടുത്തത്. ഇനി നമുക്ക് ചൂടായ ഓടിൻ്റെ മേലെ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കാം. എത്രത്തോളം നേരിയതാക്കി പരത്താൻ പറ്റുന്ന അത്രത്തോളം നേരിയതാക്കാൻ നോക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നു വേണ്ട, നമുക്ക് ഇത് ആറിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടില്ല നല്ല നേർങ്ങനെ ഞാൻ ചുട്ടെടുത്തത്. ഇനി നമുക്കിതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 2 ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മൈദ കലക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതിൽ നിന്ന് തന്നെ അങ്ങ് ഒട്ടിക്കോളും. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം.
ഇതാ കണ്ടില്ല, എത്രത്തോളം നേരിയതാക്കാൻ പറ്റുന്ന അത്രത്തോളം നിങ്ങൾ നേരിയതാക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദോശകൾ തടിയാക്കാൻ നോക്കല്ലേ. ദോശ തടിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡും പൊടിച്ചെടുക്കണം, പിന്നെ അതുപോലെ തന്നെ മുട്ടയൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ മുട്ട കലക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതിയേ. 1 ടീസ്പൂണ് കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും. എന്നിട്ട് നല്ല കട്ടയില്ലാണ്ട് കലക്കിയെടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഉടച്ച് വയ്ക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കൊരു 3-4 ബ്രെഡ് എടുത്തിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിച്ചെടുത്ത ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താക്കുക, ഒരു വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഡ്രൈ ആക്കിയ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. അപ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നല്ലൊരു അടുപ്പുള്ള പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് ക്രംസും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ റോൾ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് നമ്മൾ കോൺഫ്ലവറും മുട്ടയും കലക്കി വെച്ചിട്ടില്ല, അതിലേക്കൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഈ മുട്ടയിൽ കോൺഫ്ലവർ കലക്കിയിട്ടില്ല, അതുപോലെ ചെയ്ത് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റിനെല്ലാം പൊരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ചെയ്യില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാ റോളും ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് എല്ലാ റോളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നിങ്ങനെ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണേ. നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നില്ല, അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റോള്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ല ഈസിയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.